എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു രാവിലെ ഒരു പാട്ട് കേട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ ഇത് പറയണമെന്ന് തോന്നി. അങ്ങനെ വന്നതാണ്. നമ്മുടെ മധുമുട്ടത്തിൻ്റെ വരികൾക്ക് MG രാധാകൃഷ്ണൻ സാറിൻ്റെ സംഗീതത്തിൽ ചിത്രച്ചേച്ചി പാടിയൊരു പാട്ടുണ്ട്, മണിച്ചിത്രത്താഴിൽ. ഞാൻ അത് നിങ്ങളെ കേൾപ്പിക്കാം. കേട്ടതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് പറയാം. രണ്ട് വരിയേ ഉള്ളൂ കേട്ടോ. അതാണ്, അറിയാം. എന്താ വരികളല്ലേ. പാട്ട് കേട്ടാൽ കേട്ടുകൊണ്ടെങ്കിരിക്കും. അതാണ് ആ പാട്ടിൻ്റെ ഒരു മാന്ത്രികത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പാവങ്ങളാണ് നമ്മുടെ കുട്ടികൾ. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആണായാലും പെണ്ണായാലും മനുഷ്യനെന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല അലിവുള്ള ഹൃദയമുള്ളവരാണ് മനുഷ്യൻ. അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ കൊടുക്കാതിരിക്കുക. ആഗ്രഹങ്ങൾ കൊടുത്താൽ സാധിക്കാൻ നമുക്ക് കഴിയണം. വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക. ചെല്ലാൻ പറ്റുമെങ്കിലേ നമ്മൾ ചെല്ലാമെന്ന് പറയാമോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെല്ലാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരും, വന്നിരിക്കും എന്ന് വാക്ക് കൊടുക്കുന്നത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യാവൂ. കാര്യം എന്താണെന്നറിയാമോ? ചിരിക്കുന്ന കണ്ണുകൾ കള്ളം പറയും. കള്ളം പറയാൻ സാധ്യതയുണ്ട്, സാധിക്കും. പക്ഷേ കരയുന്ന കണ്ണിന് കള്ളം പറയാൻ അറിയില്ല. ആ ഓരോ കണ്ണുനീരിനും ഓരോ കഥയുണ്ട് പറയാൻ. പാവങ്ങളാണ്, വേദനിപ്പിക്കാതിരിക്കുക. ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വാഗ്ദാനങ്ങൾ കൊടുക്കുക. ആരെയും പറഞ്ഞു പറ്റിക്കാതിരിക്കുക. പിന്നെ വരുവാനില്ല ആരും, എന്നാലും ഞാൻ കാത്തിരിക്കാറുണ്ടെന്ന് പറഞ്ഞ് ഈ കാത്തിരിക്കുന്നവരുടെ അടുത്താണ് പറയുന്നത്. മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിന് മുന്നേ സ്വയം വിശ്വസിക്കുക, നമ്മളിൽ വിശ്വസിക്കുക. മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നിൽക്കരുത്. പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്രതീക്ഷ വേണ്ട, പ്രവർത്തിക്കുക, കർമ്മം ചെയ്യുക. നിങ്ങളുടെ കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. ആദ്യം നിങ്ങൾക്ക് നിങ്ങളേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക. പലരും ഉണ്ടാവും, വരും പോവും. അത് ഒരു യാത്രയല്ലേ, ജീവിതമല്ലേ. വരുന്നവർ വരട്ടെ, പോണവർ പോട്ടെ. നമ്മൾ നമ്മളെ കാലിൽ നിൽക്കാൻ പഠിക്കുക. വീണ് പോവാം, വീണിട്ടുണ്ടാവാം, വീണ് കിടക്കുകയായിരിക്കാം. പതുക്കെ എഴുന്നേൽക്കുക. സാവധാനം എഴുന്നേറ്റാൽ മതി, നമുക്കൊരു അത്യാവശ്യമില്ല. പതുക്കെ പൊടി തട്ടി എഴുന്നേൽക്കുക, വീണ്ടും നടക്കുക. തോക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വീണ്ടും നമ്മൾ എഴുന്നേൽക്കണം, അവിടെ തന്നെ കിടക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.